അനിയത്തിമാർ ഇവിടെ ഇല്ലാത്ത സമയത്തെ ഉമ്മ ഫ്രീസറിൽ കുറച്ച് മാങ്ങ സ്റ്റോർ ചെയ്ത് വെച്ചിനേനുവേ. പിന്നെ അവർ വരുമ്പോഴത്തേനും സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങ കിട്ടൂലല്ലോ. ഈ വർഷത്തെ ലാസ്റ്റ് മാംഗോ റെസിപ്പിയാണ് കേട്ടോ. അറേബ്യൻ പുഡിംഗ് ആയിരുന്നു ആദ്യം മനസ്സിലുണ്ടായിരുന്നത്. മിൽക്ക് മെയ്ഡ് ഇല്ലടോ, എന്താപ്പോൾ കാട്ടുക. അത് വാങ്ങിക്കൊണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കേണ്ട അത്ര ക്ഷമയൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ വിചാരിച്ച് കസ്റ്റർഡ് പൗഡറും പാലും ബ്രെഡൊക്കെ ഇരിക്കുന്നുണ്ട്, തട്ടി കൂട്ടാണ്. ടേസ്റ്റ് വൈസ് അടിപൊളിയായാൽ മതിയല്ല. ഇനി ഒരു സ്പൂൺ കസ്റ്റർഡ് പൗഡറിലേക്ക് ഒരു പാക്കറ്റ് കാരമൽ പുഡിംഗ് മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതൊരു 2 കപ്പ് പാലിലോട്ടേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കുക. കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണേ. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് കുറച്ച് മാങ്ങയും 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കാൻ വെച്ചിട്ടുള്ള കസ്റ്റേർഡ് ഇതുപോലെ ഏകദേശം ഒന്ന് തിക്കായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറുന്നതിന് മുന്നേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ട്രേയിൽ ബ്രെഡ് നിരത്തി കൊടുക്കുക കേട്ടോ. ഈ ബ്രെഡ് നിരത്തുന്ന സമയത്ത് പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിൽ തന്നെ നമ്മൾ ബ്രെഡ് സോക്കായി വരുന്നുണ്ടേ. ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള മാംഗോൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. പെട്ടെന്നൊരു പുഡിംഗ് ക്രേവിങ്സ് ഒക്കെ വന്നാൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് മിസ്സസ് കണ്ണൂർ ഫോളോ ആക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.